നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചർച്ച സംസ്കാര സമ്പന്നനായ മുഹമ്മദ് ഷിയാസിന്റെ സംസ്കാര സമ്പന്നമായ വാക്കുകളെ കുറിച്ചാണ്. ഒരു പൊതുപ്രവർത്തകന്, അതും എറണാകുളം DCCയുടെ പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയാതിരിക്കാനാകില്ല. ഈ നാട് മാറിയത് മുഖ്യമന്ത്രിയും പിണറായി വിജയനും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം, അല്ലേ? ഈ നാറിയ പണിക്ക് ഇയാൾക്ക് നിൽക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതിലും വേഗം രാജിവെച്ച് പോകാൻ പാടില്ലേ? ഒന്ന് വാ തുറന്നതേ ഉള്ളൂ, മഹാന്റെ സംസ്കാരം എല്ലാവർക്കും മനസ്സിലായി. ഷിയാസിന്റെ വിലപ്പെട്ട സംസ്കാര സമ്പന്നമായ വാക്കുകൾ കേട്ട് വേദിയിലും സദസ്സിലിരുന്നവർ ചെവി അങ്ങ് പൊത്തിയെന്നാ കേട്ടെ. എന്തായാലും സംഭവം കളറായി. മഹാന് തിരുവാവൊന്ന് തുറന്നു. എന്താ ഒരു കഥ! മഹിളാ മണിക ആ ചെവി അങ്ങ് പൊത്തി. ഒരു പൊതുപ്രവർത്തനാകുമ്പോൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട ചില മാതൃകകളുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ഈ പ്രവർത്തകൻ എന്ത് മാതൃകയെ കാണിച്ചു കൊടുക്കുന്ന? ഓ, എങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ആകാൻ പാടില്ല എന്നതിന്റെ മാതൃകയെ കാണിച്ചു തന്നത്. എന്റെ പൊന്നു പ്രതിപക്ഷ നേതാവേ, ഈ അനുയായികളെയൊക്കെ ഒന്ന് പറഞ്ഞു നേരെ നടത്തിക്കൂടെ? ഒരു ചോദ്യം ചോദിക്കുക, നമ്മളൊക്കെ അവസാനത്തെ ചോദ്യം വരെ ഇരുന്ന് തരുമല്ലേ? അദ്ദേഹം ഭീരുവിനെ പോലെ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുക. പ്രതിപക്ഷ നേതാവാണെന്ന പട്ടം എടുത്തു ചാർത്തിയിട്ട് സ്വന്തം പക്ഷത്തിലുള്ളവരെ പോലും നിലയ്ക്ക് നിർത്താനാകുന്നില്ലല്ലോ. ഇങ്ങനെ മതിയോ നേതാവേ? വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന പോലെയാണല്ലോ മുഖ്യമന്ത്രി താറടിച്ച് കാണിക്കാനായി ഷിയാസ് വായിൽ വന്നതൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു കൂവിയത്. എന്തായാലും ഇതൊക്കെ സതീശൻ നേതാവ് കേൾക്കുന്നുണ്ടോ ആവോ? എന്തായാലും ഇതൊന്നും നേതാവ് കേട്ടില്ലേലും നാട്ടുകാർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷിയാസെ, ഇനിയും താങ്കളിൽ നിന്നും സംസ്കാര സമ്പന്നമായ വാക്കോ വരുമല്ലോ. നന്നാവാനൊന്നും വഴിയില്ല എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നിർത്തുന്നതിന് മുമ്പ് അണികളോടെ ഒന്ന് നിലയ്ക്ക് നിർത്തണം കേട്ടോ പ്രതിപക്ഷ നേതാവേ.